പുതിയ കൽപ്പന. എങ്കിലും നിങ്ങൾക്ക് ശിഷ്യന്മാരാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും യേശു അത് നിഷ്കർഷിക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന വിഷയവും കർത്താവിന്റെ അത്താഴം ജീവൻ നൽകുന്ന സ്നേഹം എന്നുള്ളതാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കാൻ യേശു കൽപ്പന പറയുന്നു. ഇന്ന് ചിന്തയ്ക്കായി നൽകിയിരിക്കുന്നതും ജീവൻ നൽകുന്ന സ്നേഹം. ഇപ്പൊ ക്രിസ്തുവിന്റെ പെസഹ ഓർത്തുകൊണ്ട് നമ്മൾ കർത്താവിന്റെ അത്താഴം ആചരിക്കുമ്പോൾ ഓരോ മാസവും അല്ലെങ്കിൽ എപ്പോഴെല്ലാം എവിടെയെല്ലാം നമ്മൾ കർത്താവിന്റെ അത്താഴം ആചരിക്കുന്നു അവിടെയെല്ലാം യേശു പറഞ്ഞ സ്നേഹത്തിന്റെ കൽപ്പന ഓർത്തുകൊണ്ടും യേശുവിനെ ഈ ലോകത്തിൽ നൽകുവാനായി ദൈവം ഈ ലോകത്തെ സ്നേഹിച്ച ആ ജീവൻ നൽകുന്ന സ്നേഹത്തെ ഓർക്കുന്ന ഒരു അനുഭവമാണ് എന്നുള്ളത് മനസ്സിലാക്കും. അതുകൊണ്ട് ഈ ജീവൻ നൽകുന്ന സ്നേഹം അതിനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള 3 ചുരുങ്ങിയ ചിന്തകളാണ് ഇന്നത്തെ ഭാഗങ്ങളിലൂടെ നമ്മൾ ധ്യാനിക്കുന്നത്. ഒന്ന്, ഈ ജീവൻ നൽകുന്ന സ്നേഹത്തിനായി ശുദ്ധീകരണത്തിനുള്ള ഒരു നിർദ്ദേശം, ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു മാൻഡേറ്റ് കർത്താവ് നൽകുകയാണ്. ജീവൻ നൽകുന്ന സ്നേഹത്തിനായി നമ്മൾ പാട്ട് പാടിയതാണ്. ഇത്ര സ്നേഹം ചെയ്യുവാനെങ്കിൽ എന്ത് നന്മ കണ്ടു എന്നുള്ളത് പാട്ട്. അപ്പൊ ഇത്രയും സ്നേഹം, ജീവൻ നൽകുന്ന സ്നേഹം നമുക്ക് നൽകാൻ എന്ത് വലിയ കാര്യമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതിനുള്ള ഒന്നാമത്തെ നിർദ്ദേശമായി നൽകുന്നത് ശുദ്ധീകരണമാണ്. നമ്മളിന്ന് വായിച്ചു കേട്ട യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ ആ സമയത്ത് നമുക്കറിയാം യേശു പെസഹ ആചരിക്കാനായിട്ട് ഒരുക്കപ്പെടുന്ന ഒരു അനുഭവമാണ്. അപ്പൊ യേശു പെസഹ ആചരിക്കുന്നതും യേശു തന്റെ പരിശുശ്രൂഷയിൽ ശിഷ്യന്മാരുമായിട്ട് 3 പെസഹയെങ്കിലും ആചരിച്ചതാണ്. 30-ാമത്തെ വയസ്സിൽ പരിശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. 33-ാം വയസ്സാകുമ്പോൾ യേശു മരിച്ചു ഉയർത്തെഴുന്നേൽക്കുകയാണ്. 3 പ്രാവശ്യങ്ങളിൽ പെസഹ ആചരിച്ചാണ്. ഈ പെസഹ ആചരിച്ചപ്പോൾ യേശുവിന് അതിന് ഒരു പുതിയ മാനം നൽകുകയാണ്, ഒരു പുതിയ അർത്ഥം നൽകുകയാണ് എന്നതാണ്. ഇവിടെ പെസഹ ഒരുക്കുന്നതും ക്രമീകരിക്കുന്നതെല്ലാം യേശുവാണ്. എന്നതിന് ആതിഥേയൻ യേശുവാണ്. നമ്മളെല്ലാവരും അതിഥികളാണ്. അപ്പോൾ കർത്താവിന്റെ മേശ ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഈ കർത്തൃമേശയുടെ ലോർഡ്സ് ടേബിളിന്റെ ഗസ്റ്റാണ്, അതിഥികളാണ്. ക്രിസ്തുവാണ് ആതിഥേയനായി നമ്മെ മുന്നോട്ട് ക്ഷണിക്കുന്നത്. കാരണം നമ്മൾ ഈ 11-ാം അധ്യായം പഠിക്കുമ്പോൾ മറ്റു സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം ഒരു കുടുംബമായി അതൊന്നും ഞാൻ വിശദീകരിക്കുന്ന സമയത്തിന്റെ കുറവുണ്ട്. അവിടെ യേശുവിന്റെ പ്ലാൻ അനുസരിച്ച് തന്നെ യേശു ഒരു വലിയ മാളിക പിരിച്ചൊരുക്കിയ ഒരു മാളികയിൽ യേശുവിനും ശിഷ്യന്മാർക്കുമായിട്ടുള്ള പെസഹ ഒരുക്കി എന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുക്കിയത് മാത്രമല്ല, ഈ 11-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവർ പറയുന്നത് യേശു തന്റെ ആ അത്താഴത്തിന്റെ സമയമായപ്പോൾ താൻ എന്ത് ചെയ്യണം, ഒരു തോർത്തെടുത്ത് ചുറ്റി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനായിട്ട് ആരംഭിക്കും. ഗുരുവായ ക്രിസ്തു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ്. യഹൂദന്മാരുടെ സർക്കാരാധികളും ഭക്ഷണ കൂട്ടായ്മകളും അനുസരിച്ച് ആരാണോ ഗസ്റ്റ്, ആരാണോ അതിഥേയൻ, അവിടെയുള്ള ഏറ്റവും കുറഞ്ഞ നിലയിലുള്ള ഒരു ദാസൻ, ഒരു ബാല്യക്കാരൻ, ഒരു ജോലിക്കാരൻ, ഒരു ദാസൻ ചെയ്യേണ്ടുന്ന ശുശ്രൂഷയാണ് അതിഥികളുടെ പാദങ്ങൾ കഴുകി അവരെ മുന്നിലേക്ക് കയറ്റുക, അല്ലെങ്കിൽ അതിഥികളുടെ പാദങ്ങൾ കഴുകുക. ഇവിടെ ക്രിസ്തു ഒരു തരത്തിലെ നിങ്ങൾ ഞാനാണ് ഗുരു, ഞാൻ മധ്യസ്ഥൻ എന്ന് പറഞ്ഞെല്ലാം പഠിപ്പിച്ച ആ ക്രിസ്തു തന്നെ തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ തയ്യാറാണ്. വിനയത്തിന്റെയും ശിഷ്യത്വത്തിന്റെയും ദാസ്യത്വത്തിന്റെയും ഒരു ഭാവം, അനുഭവം, മാതൃക യേശു ഇതിലൂടെ നമുക്ക് കാണിച്ചു നൽകി. അപ്പൊ നമ്മളോട് ഓരോരുത്തരും പറയുകയാണ്, ഞാൻ നിങ്ങളുടെ പാദം കഴിയുന്നത് നിങ്ങൾ തമ്മിൽ പാദം കഴിയണം. അത് മാത്രമല്ല, യേശു പറയുകയാണ്, യേശു പത്രോസിന്റെ അടുക്കൽ എത്തുമ്പോൾ പത്രോസ് പലപ്പോഴും ഇമോഷണലി അല്ലാതെ കുറിച്ച് ഫോർവേഡായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്ന പത്രോസ് നമുക്ക് പലപ്പോഴും കാണാം. അപ്പൊ പത്രോസ് പറയുന്നത് കർത്താവിന്റെ പാദം കഴുകാൻ, ഒരിക്കലും എന്റെ പാദം കഴുകാനായിട്ട് പാടില്ല എന്ന് പറയുമ്പോൾ യേശു പറയുന്നുണ്ട്, ഞാൻ നിന്റെ പാദം കഴിയുന്നെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പന്തിയില്ല, നിനക്ക് എന്നോടുകൂടെ പങ്കില്ല, ഈ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഭക്ഷണത്തിന് നിനക്ക് പങ്കാകാനായിട്ട് പറ്റുകയില്ല. അപ്പോഴാണ് ക്രിസ്തു പറയുന്നത്, പത്രോസ് പറയുന്നത്, അങ്ങനെയെങ്കിൽ എന്റെ തലയും കൂടെ കഴുകണം, എന്നെ പൂർണ്ണമായിട്ടൊന്ന് ശുദ്ധീകരിക്കണം, പൂർണ്ണമായിട്ടുള്ള ഒരു ശുദ്ധീകരണം നൽകണമേ എന്ന് യേശുവിനോട് ആവശ്യപ്പെടുന്ന പത്രോസിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തു നൽകുന്ന ഈ പെസഹ ദിനത്തിൽ നമ്മുടെ ജീവദായകമായ ഒരു സ്നേഹമായി ക്രിസ്തു നമുക്ക് പകരപ്പെടുമ്പോൾ നമുക്ക് നൽകുന്ന ഒരു പ്രധാന സന്ദേശം അത് ശുദ്ധീകരണത്തിനായിട്ടുള്ള സന്ദേശമാണ്, കൽപ്പനയാണ് ക്രിസ്തു നൽകുന്നത്. അതിൽ പാദം കഴുകുന്ന ഒരു ദാസന്റെ ശുശ്രൂഷയുടെ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വീകരിക്കാൻ
ലഭിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഗത്സമന തോട്ടത്തിലും അതുപോലെ തന്നെ നമ്മുടെ പാടുപാട് ഗത്സമന തോട്ടത്തിൽ ഒരു വലിയ പ്രാർത്ഥന അവിടെ കേൾക്കുന്നു. അപ്പൊ പാതകടലിന്റെ ദാസത്വത്തിന്റെ പ്രാർത്ഥന, വിനയത്തിന്റെ പ്രാർത്ഥന, പിന്നെ മറ്റുള്ളവരോട് മന്ദിരനായി പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നു. താൻ ഉള്ളമൊരുങ്ങി പ്രാർത്ഥിക്കുന്നു, അതിവേദനയോടെ ദുഃഖത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ പെസഹയുടെ മാളികയും ഗത്സമന തോട്ടവുമാണ് ഈ രാത്രിയിലെ പ്രധാന രണ്ട് സ്ഥലങ്ങൾ എന്നുള്ളത് നമുക്ക് ലോകം അറിയാം. അവിടെയെല്ലാം കർത്താവ് ആവർത്തിച്ച് പറയുന്ന ഒരു സന്ദേശമാണ്, നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടവരായി ജീവിക്കുക എന്നുള്ളത് പ്രധാനം. രണ്ടാമതായിട്ട് ഇവിടെ തിരുമേശയുടെ വിശാലത നൽകുന്ന ഒരു സ്നേഹമാണ്. തിരുമേശയുടെ വിശാലത കർത്താവിന്റെ മേശ ഒരുങ്ങിയിരിക്കുന്നു. കർത്താവിന്റെ മേശ ഒരുങ്ങിയിരിക്കുന്നു. മുന്നോട്ട് സ്വീകരിക്കാൻ കർത്താവിന്റെ മേശയിലേക്ക് നമ്മൾ വരുന്നതെന്ന് പറയുന്നത് അതൊരു വിശാലമായ കാഴ്ചയാണ്. വിശാലമായ കാഴ്ച. അവിടെ എല്ലാവർക്കും ആ മേശ ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യം. അതിന്റെ കർത്തൃമേശ എന്ന് പറയും, തിരുവത്താഴം എന്ന് പറയും, തിരുമേശ എന്ന് പറയും. അപ്പൊ ഈ തിരുവത്താഴത്തിലുള്ള കർത്തൃമേശ ടേബിൾ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഒരുക്കപ്പെട്ടിരിക്കുന്നു, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മേശയാണ്. അവിടെ ആർക്ക് സ്പേസ് ഉണ്ട്? അവിടെ പത്രോസിനും യോഹന്നാനും മാത്രമല്ല, ആർക്കും അവിടെ സ്പേസ്. ആർക്കും പറയും, യൂദായ്ക്കും അല്ലേ? ആ ബോക്സ് ടേബിൾ കർത്താവിന്റെ മേശയിൽ യൂദായ്ക്കും ഒരു സ്ഥലമുണ്ട്, യൂദായ്ക്കും ഭക്ഷണമുണ്ട്. പക്ഷെ യൂദായുടെ പ്രവൃത്തിക്കുള്ള ഫലം അത് തിരുത്താൻ വന്നപ്പോൾ അല്ലെങ്കിൽ അനുഭവിക്കാൻ തയ്യാറാവുന്നപ്പോൾ വന്ന വിഷയങ്ങൾ വേറെ. പക്ഷെ ആ ബോക്സ് ടേബിളിൽ കർത്തൃമേശയിൽ യൂദായ്ക്കും ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ക്രൂശിലെ കള്ളൻ വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞ ഫിലിമിന്റെ പേര്. ഈ വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞാൽ എവിടെ പറഞ്ഞിട്ടില്ല. നമ്മുടെ മനസ്സിലുള്ള ഒരു ചിന്തയാണ്. ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് ചില പാട്ടുകളും പേരുകളായിട്ട് ബന്ധപ്പെട്ട് കുറെ തെറ്റിദ്ധാരണകൾ നമുക്കുണ്ട്. വലതുവശത്തെ കള്ളനാണ് പർദീസ കിട്ടിയതെന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല. ഒരു കള്ളൻ, ക്രൂശിലെ ഒരു കള്ളൻ. ക്രൂശിലെ കള്ളൻ, ആ ക്രൂശിലെ കള്ളൻ എന്തൊക്കെയാണ്? തന്റെ ജീവിതത്തിന്റെ ഏറ്റവും അറ്റത്തെ നിമിഷത്താണ് അവൻ എന്ത് ചെയ്യാണ്? ആ കർത്താവിന്റെ പ്രതീക്ഷയുടെ സാധ്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികമായ നിർമ്മിതികൾക്കും നമ്മുടെ ചിന്തകൾക്കും ഒക്കെ അപ്പുറമായി ദൈവത്തിന്റെ സ്നേഹം വിശാലമാണ്. ആ ദൈവത്തിന്റെ സ്നേഹം ആർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്നു, ആർക്ക് നൽകുന്നു എന്നുള്ളത് നമുക്ക് അളക്കാനും നമുക്ക് വിധിക്കാനും സാധിക്കുകയില്ല. അതൊരു വലിയ വിശാലമായ കാഴ്ചപ്പാടാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കർത്തൃമേശ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന കർത്തൃമേശയുടെ അനുഭവത്തിലേക്ക് കാണുവാൻ നമുക്ക് സാധിക്കും. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മേശ അല്ലെ? ലാസറിന്റെ അനുഭവത്തെ നമ്മൾ കാണുന്നത് ഭക്ഷണമേശ എന്ന നിലയിൽ നമ്മൾ ചിന്തിച്ചാൽ പോലും എന്തെയാണ് ആ മേശയുടെ പങ്ക് ആർക്ക് ലഭിച്ചില്ല? ആ ലാസറിന് കിട്ടിയില്ല. ഇങ്ങനെ നിറയാതെ അനുഭവിക്കുകയാണ്, വേദനിക്കുകയാണ്, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പക്ഷെ ആ ധനവാന്റെ മേശയുടെ ഭാഗമാകാനായിട്ട് നമുക്ക് സാധിച്ചില്ല. ആ വിശാലമായ കാഴ്ചപ്പാട് നമ്മൾ ചിന്തിക്കുന്നു. ഇവിടെ ക്രിസ്തുവിന്റെ മേശ, ക്രിസ്തു ഒരുക്കിയിരിക്കുന്ന ലോർഡ്സ് ടേബിൾ എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മേശയാണ്. യൂദായ്ക്കും അവിടെ ഒരു സ്പേസ് ഉണ്ട്, ഭക്ഷണമുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഴയ ഭാഗം വായിച്ചു. 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനം എന്തുകയാണ്? അവരെ ദൈവത്തോട് പ്രതികരിക്കുകയാണ്, മോശയെ കുറ്റപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ ഇറച്ചിക്കാരന്റെ ഇടത്തിൽ നിന്നും ചുവന്നുള്ളി മറ്റു പുളിയും ഒക്കെ ഉള്ള സ്ഥലങ്ങളെല്ലാം ചേർത്ത് ഭക്ഷണം കഴിച്ചെന്നൊക്കെ പറഞ്ഞവർ ഭയങ്കരമായിട്ട് വാചകങ്ങളാകുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് എവിടെ ഭക്ഷണം, ഞങ്ങൾക്ക് എവിടെ ഇറച്ചി ചോദിക്കുമ്പോൾ കർത്താവ് ദൈവം ആദ്യം അവരെ സന്തോഷിക്കുന്നു. എന്നിട്ട് മോശയോട് പറയുന്നുണ്ട്, വിശദീകരിക്കുന്നു, അവർക്ക് കാടപ്പക്ഷി മന്നായി നൽകും. ആ കാടപ്പക്ഷി മന്നായി എല്ലാവർക്കും നൽകുകയാണ്, എല്ലാവർക്കും തുല്യമായി നൽകുകയാണ്. തുല്യമായി നൽകുന്ന ഒരു സമത്വത്തിന്റെ വേറെ പ്രത്യേകതയും കുറെ പ്രത്യേകത കുറയുന്നില്ല, കുറച്ചിട്ടില്ല, എല്ലാം ഒന്നൊക്കെ ഒരേപോലെ. അതേസമയം 6-ാം ദിവസം എടുത്തപ്പോൾ എന്ത് കിട്ടി? 6-ാം ദിവസം എടുത്തപ്പോൾ ഇരട്ടി. അത് വീട്ടിൽ നോക്കിയപ്പോൾ ഇരട്ടിയുണ്ട്, കുറിച്ചെന്നാറില്ല, പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു നടത്തിപ്പ്, ഒരു വിശാലമായ ദൈവത്തിന്റെ സ്നേഹം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡോക്ടർ KC എബ്രഹാം എന്ന ദേവശാസ്ത്രജ്ഞൻ സഭയുടെ കരുതലിന്റെ അടയാളമായി പരാമർശിക്കുന്ന ഒരു വാക്കാണ് ഓപ്പൺ കമൻസാലിറ്റി എന്നുള്ളത്. ഓപ്പൺ കമൻസാലിറ്റി എന്ന് പറഞ്ഞാൽ സർവർക്കുമായി തുറന്ന ഒരു മേശ കൂട്ടായ്മ, സർവർക്കുമായി തുറക്കപ്പെടുന്ന ഒരു മേശ കൂട്ടായ്മ. അതാണ്
പ്രസക്തമായ ഒരു ജീവിതശൈലിയായ മനോഭാവമായ സഭയ്ക്ക് അനുവർത്തിക്കണം എന്നുള്ളത്. സഭ അനുവർത്തിക്കേണ്ടത് സർവ്വമായി തുറക്കപ്പെടുന്ന ഒരു മേശയുടെ അനുഭവമാണ് സഭ ഈ ഭൂമിയിൽ. ഓരോ ക്രിസ്ത്യാനികളും നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. തിരുമേശയുടെ വിശാലത നൽകുന്ന സ്നേഹം നാം ഉൾക്കൊള്ളുകയാണ്. മൂന്നാമതായി, ലോകത്തിന് നിരന്തരമായി പകരപ്പെടുന്ന സ്നേഹം. അത് നമ്മൾ പറഞ്ഞത് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് ദൈവസ്നേഹത്തിന്റെ അനുഭവമായി മാറുക. രണ്ട്, തിരുമേശയുടെ വിശാലത നൽകുന്ന സ്നേഹം, എല്ലാവർക്കുമുള്ള ദൈവസ്നേഹം. മൂന്ന്, ലോകത്തിന് നിരന്തരമായി പകരപ്പെടുന്ന സ്നേഹം. നമ്മൾ വായിച്ച ലേഖന പാഠഭാഗം 1-11 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പറയാം. അവിടെ യേശു പറയുകയാണ്, ഇത് കുടിക്കുമ്പോഴേ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഡു ദിസ് ഇൻ റിമെമ്പറൻസ് ഓഫ് മീ. എന്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറയുമ്പോൾ അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് ഒരു കാര്യം ചെയ്തോ, കുറച്ച് കാര്യങ്ങൾ ചെയ്തോ, കുറച്ച് പേർക്ക് ചെയ്തോല്ല, ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ക്ഷമിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ 70 അത് ഒരു നമ്പർ കൊണ്ട് കൗണ്ട് ചെയ്ത് നിർത്താനുള്ളതല്ല, ക്ഷമിച്ചുകൊണ്ടേയിരിക്കുക. ഒന്നാമത്തെ പടിയിൽ യേശു പറയുന്നതാണ്, എന്നറിയുമ്പോൾ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞു എന്നുള്ള വാക്ക് ഒരു കണ്ടിന്യൂസ് ടെൻസിനാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ തുടർന്ന് ക്ഷമിച്ചുകൊണ്ടേയിരിക്കുക, ക്ഷമിച്ചുകൊണ്ടേയിരിക്കുക, സ്നേഹം പകർന്നുകൊണ്ടിരിക്കുക. ഇതെന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇത് ചെയ്യണം. അതുകൊണ്ട് പെസഹ ആചരണത്തിന്റെ ഒരു പുതിയ സ്ഥാപനം യേശു കർത്തൃമേശയിലൂടെ തിരുവത്താഴത്തിലൂടെ നമുക്ക് നൽകിയതാണ്. പുറപ്പാട് ദിവസം 15-ാം അധ്യായം നമുക്കറിയാം. കഴിഞ്ഞ ദിവസം കാലം ആടിന്റെ കുഞ്ഞാടിന്റെ രക്തം കട്ടളമേൽ പുരട്ടിയിരുന്നു. കുഞ്ഞാടിന്റെ രക്തമുള്ള വീടുകളിൽ ഒന്നും സംസ്ഥാനത്ത് കയറി, അല്ലാത്ത വീടുകളിലെല്ലാം കയറി അതിന്റെ കുഞ്ഞ് മരിക്കുന്നു. അങ്ങനെയാണ് അവർക്ക് വിമോചനം ലഭിക്കുന്നു. ആ വിമോചനത്തെ ഓർത്തുകൊണ്ട്, പെസഹ ആചരണത്തെ ഓർത്തുകൊണ്ടാണ് യേശു ശിഷ്യന്മാരെ പെസഹ ആചരിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ അന്ന് രക്ഷപ്പെട്ട ഒരനുഭവം ഉണ്ടല്ലോ, അതിന് വ്യത്യസ്തമായി ഈ നൽകുന്ന അതിനെ ഓർത്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഈ അപ്പം എന്റെ ശരീരമാണ്, ഈ നിങ്ങൾ കുടിക്കുന്ന ഈ രക്തം, ഈ പാനപാത്രം അല്ലെങ്കിൽ ഈ വീഞ്ഞ് എന്റെ രക്തമാണ് എന്ന് പറഞ്ഞ് യേശു അതിന് പുതിയ മാനം, പുതിയ അർത്ഥം നൽകുന്നു. ക്രിസ്തു തിരുവത്താഴത്ത് എത്തുകയാണ്. അന്ന് പെസഹ അടിമത്തത്തിൽ നിന്നും സംഹാരത്തിൽ നിന്നുള്ള ഒരു വിമോചനമായിരുന്നെങ്കിൽ ഇന്ന് പെസഹ തിരുവത്താഴാചരണത്തിലൂടെ എത്തുകയാണ്. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നുള്ള ഒരു വിമോചനമാണ്. പാപത്തിൽ നിന്ന് ഭൗതികമായ അടിമത്തത്തിൽ നിന്നുള്ള വിമോചനമാണ് അന്ന് ലഭിച്ചതെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഭക്ഷിച്ച് പാനം ചെയ്യുന്നതിലൂടെ പാപശാപത്തിൽ നിന്നുള്ള ഒരു വിമോചനം ക്രിസ്തുവിനെ തന്നെ കൊടുക്കുകയും ചെയ്യും. ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് ഈ പല സർട്ടിഫിക്കറ്റുകളൊക്കെ വരുമ്പോഴാണ് ശ്രദ്ധിച്ചത്. നമ്മുടെ പള്ളിയിൽ ഒരുപാട് മുതിർന്ന ആളുകൾ തിരുവത്താഴം സ്വീകരിക്കാൻ മുതിർന്നവർ അവരവരുടേതായ ചില കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായം അതൊക്കെ മാറി ചിലപ്പോൾ ഇനി ഞാൻ ഇത്രയും മുതിർന്ന ആളായി, മക്കളുള്ളവരുണ്ട്, മക്കളുടെ മക്കളുള്ളവരുണ്ട്, അങ്ങനെയൊക്കെ ആയിരിക്കുന്ന സ്ത്രീകളൊക്കെ അങ്ങനെയുള്ള ഞാൻ പറയുന്ന അങ്ങനെയുള്ളവര് മനസ്സിൽ അവർക്ക് വേണ്ടി നമുക്ക് ഒരു പ്രത്യേക സ്ത്രീകരണം വയ്ക്കണം. പ്രത്യേക സ്ത്രീകരണം സ്വീകരിച്ച് നിങ്ങൾ തിരുവത്താഴത്തിന്റെ ഫലമായി ക്രിസ്തുവിനെ തിരികെ കുടിക്കുകയും ചെയ്യുന്നു. ആ ക്രിസ്തുവിനെ തിരികെയും ക്രിസ്തുവിനെ കുടിക്കുകയും വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോഴാണ് അവന് നിത്യജീവൻ പകരപ്പെടുന്നതെന്ന് ദൈവവചനം പഠിപ്പിക്കും. അതുകൊണ്ട് ഇരിക്കുന്നതിൽ അങ്ങനെ ആരെങ്കിലും അത് നമ്മളൊരു തീരുമാനമായിട്ട് എടുക്കണം. ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും ഭാഗമാകാനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കണം, അതിനായി ഒരുക്കപ്പെടണം എന്നുള്ള തീരുമാനത്തോടെ സ്വീകരിക്കാം. അതുപോലെ തന്നെ ഞാൻ കൈവപ്പിക്കുന്നില്ല, കഴിഞ്ഞ സഭാതലത്തിന് സ്ത്രീകരണം സ്വീകരിച്ചതുകൊണ്ട്, അതിനൊക്കെ സഭാതലത്തിൽ സ്വീകരിച്ചതുകൊണ്ട് ഈ കഴിഞ്ഞ 2-3 വർഷത്തിൽ സ്ത്രീകരണം സ്വീകരിച്ച് ദൃശ്യഭാഗങ്ങളായ എത്ര പേര് ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ 10 പേരെങ്കിലും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിന് ഒരു അനുഭവമായി മാറ്റാനായിട്ട് സാധിക്കും. ഓരോ കർത്തൃമേശ സ്വീകരിക്കുമ്പോഴും അത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വിനയപ്പെടാം. ഞാനിന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത്. പള്ളിയിൽ ഒരു സാഹചര്യം ഞാൻ മിക്കവാറും അവിടെ ഇരുന്ന 5 വർഷത്തിൽ 2-3 വർഷവും ഞാൻ 3 തിരുവത്താഴത്തിൽ ഈ ദിവസം മണ്ണാവൂർ പള്ളി, അത്തിയൂർ പള്ളി, അക്കുടെ 3 ഞാനാണ് തിരുവത്താഴം. അപ്പൊ അതൊരു വലിയൊരു അനുഭവമാണ്, വലിയൊരു എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായും അത് നമ്മുടെ ജീവിതങ്ങളിൽ സ്വീകരിക്കുമ്പോഴെല്ലാം ഞാനിത് ഈ അപ്പം
ടെസ്റ്റ് ചെയ്തു, ടെസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കുകയല്ല, മറിച്ച് നമ്മുടെ ജീവിതങ്ങൾ ദിവസത്തിൽ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുക എന്നത് പ്രധാനമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം, ദൈവം എന്ത് ചെയ്തു? തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന്റെ സ്നേഹമാണ് ക്രിസ്തുവിലൂടെ, ഈ നോട്ട്സ് ടേബിളിലൂടെ, തന്റെ ശരീരത്തിലൂടെ നൽകി, കുരിശിലൂടെ രക്തം ചെറുതിലൂടെ നൽകുന്നത് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെട്ടിരിക്കുകയാണ്. യോഹന്നാൻ 11:14, നിങ്ങൾ തമ്മിൽ പാദങ്ങൾ കഴുകണം, ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയതുപോലെ നിങ്ങളും തമ്മിൽ പാദങ്ങളെ കഴുകണം എന്ന് യോഹന്നാൻ 11:14 വാക്യത്തിൽ യേശു പറയുകയാണ്. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു വിനയത്തിന്റെയും താഴ്മയുടെയും വിട്ടുവീഴ്ചയുടെയും അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന്. അത് ഭാര്യ ഭർത്താക്കന്മാർ, സഹോദരങ്ങൾ, മക്കൾ, മാതാപിതാക്കളോട് എല്ലാ തരത്തിലും ഇന്ന് നമ്മള് വാർത്തയെ കുറിച്ച് കേട്ടത്, കച്ചാവിന് പൈസ കിട്ടാതെ അടുത്ത വീട്ടിൽ ചെന്ന് വീടിന് തീയിട്ടു, കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു? ബാഗിൽ മേടിച്ചിട്ട് ഒരുപാട് സ്ഥലം. പക്ഷെ മത്സരത്തിലാണ് നമ്മളെ 9 മാസമായ കുഞ്ഞിനെ, ആ കുഞ്ഞിനെ 5 പേർക്ക് എത്തുകയാണ് ആ അമ്മയെ വിളിച്ചിരുന്നത്. ആ അവയവങ്ങൾ നൽകാനായി വലിയ സ്നേഹത്തിന്റെ കാഴ്ചപ്പാടാണ് അല്ലെ. ഇപ്പം ഓരോ കൊച്ചു കുഞ്ഞ് മരണപ്പെട്ടപ്പോൾ ആ കുഞ്ഞിന്റെ അവയവങ്ങൾ 5 പേർക്ക് പുതുജീവൻ നൽകാൻ, ആ ക്രിസ്തു ഫാമിലിയെ കുറിച്ച് രക്തം ചൊരിഞ്ഞതുപോലത്തെ ഒരു അനുഭവമാണ്. ആ കുഞ്ഞിന്റെ അവയവങ്ങൾ പകർന്നു നൽകാൻ ആ രണ്ടുപേരും 54 തയ്യാറായിരുന്നു. ദൈവസ്നേഹം നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ പറ്റുന്നത് പോലെയൊക്കെ മറ്റുള്ളവർക്ക് നൽകാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന, പുതിയൊരു മാൻഡേറ്റ് ഈ മോണ്ടി തേഴ്സ്ഡേ ആചരിക്കുമ്പോൾ ഈ മാൻഡേറ്റ്, ഈ കൽപ്പന നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഗലാത്യർ 6:12 പറയുകയാണ്, തമ്മിൽ ഭാരം ചുമക്കുക, തമ്മിൽ പാത കഴുകുക, തമ്മിൽ സ്നേഹിക്കുക, തമ്മിൽ ഭാരം ചുമക്കുക. തമ്മിൽ ഭാരം ചുമക്കാൻ പിന്നെ എന്താ പ്രയാസം അല്ലേ? അവരുടെ ഭാരങ്ങളും വേദനകളും കേൾക്കാനും അത് ആവുന്ന വിധത്തിൽ പരിഹരിക്കാനും പറ്റിയാൽ പിന്നെ ഇവിടെ അസമാധാനപരമായിട്ടൊന്നുമില്ലല്ലോ. തമ്മിൽ ഭാരങ്ങൾ ചുമക്കുക. 1976 ഓഗസ്റ്റ് 15 പ്രസിദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റാണ് മദർ തെരേസ പശ്ചിമ ജർമ്മനിയിൽ വെച്ച് പറഞ്ഞത്. അത് അവർ പറഞ്ഞു, എന്താണ് നമ്മുടെ ആയുധം? നമുക്ക് തോക്കുകളോ ബോംബുകളോ ഇല്ല, നമ്മുടെ ആയുധം സ്നേഹമാണ്. കുഷ്ഠരോഗികളോടും വൃദ്ധരോടും മരണാസന്നരായവരോടുള്ള സ്നേഹം, ആരാലും സ്നേഹിക്കപ്പെടാത്തവരോടും ആരുമില്ലാത്തവരോടും സ്നേഹം. നമുക്ക് ആയുധങ്ങളോ തോക്കുകളോ ഒന്നുമില്ല, നമുക്കുള്ള ആയുധം സ്നേഹമാണ്. അത് കുഷ്ഠരോഗികളോടുള്ള സ്നേഹം, മരണാസന്നതയിൽ കിടക്കുന്നവരോടുള്ള സ്നേഹം, അതുപോലെ തന്നെ ആരാലും സ്നേഹിക്കപ്പെടാത്തവരോടും ആരുമില്ലാത്തവരോടുള്ള സ്നേഹം. ആരുമില്ലാത്തവർ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിച്ച് കഴിയുന്ന ധാരാളം പേരുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പാലിറ്റിക്കാരിൽ അച്ഛനായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞാണ്, ഒരു 26 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ക്യാൻസർ വന്നു. അവരുടെ വായിക്കൊക്കെ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള അവസ്ഥയിലാണ്. വലിയ പറഞ്ഞത് വളരെ പ്രയാസമാണ്. മരിച്ചുപോയി, 1 മാസം നേരം മരിച്ചു. അപ്പൊ ആ മുറിവിൽ നിന്ന് പുഴുക്കളുണ്ട്. അവരെ ശുശ്രൂഷിച്ചവരുടെ അമ്മ ശുശ്രൂഷ വളരെ വേദനിക്കുന്നതാണ്. നമ്മള് ചിന്തിക്കാത്ത തരത്തിൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ദുഃഖത്തിന്റെയും വേദനയുടെയും നിരാശയുടെയും ഒക്കെ അനുഭവത്തിൽ ധാരാളം പേർ ഒരല്പ ആശ്വാസത്തിനായി, ദൈവിക സ്നേഹത്തിനായും ദൈവത്തിന്റെ കരുതലിനായിട്ടും ദാഹിച്ച് ആശയോടെ ഇരിക്കുകയാണ്. അവരെ കരുതാനും സ്നേഹിക്കാനും തമ്മിൽ ഭാരം ചുമക്കാനും നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ ക്രിസ്തുവിന്റെ മേശ, കർത്തൃമേശ സ്വീകരിച്ച് ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരാൻ നമുക്ക് സാധിക്കും. യേശുവിലൂടെ ദൈവം ക്രൂശിൽ നൽകിയ ജീവദായകമായ സ്നേഹം അങ്ങനെ പകരപ്പെടുമ്പോഴാണ്, അതാണ് ക്രിസ്തു പറയുന്നത്, ആ നിത്യജീവനിലേക്ക് എത്തപ്പെടുമ്പോഴാണ്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കണ്ടു, ഞാൻ കടവിലായിരുന്നു, ഞാൻ വിശന്നു, ഞാൻ ദാഹിച്ചു. അപ്പോഴാണ് എപ്പോഴാണ് ഏറ്റവും ചെറിയ വിധത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളതെല്ലാം എനിക്ക് ആരംഭിച്ചു. യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ
നമ്മളെ തിരിച്ച് സഹായിക്കാൻ പറ്റുന്നവരെ സഹായിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? പരീക്ഷന്മാർക്ക് ഭാവിയിൽ കൊല്ലാൻ പറ്റും. മറിച്ച് ഏറ്റവും ചെറിയ ഒരുത്തനെ ക്രിസ്തുവിന്റെ സ്നേഹം, നമ്മുടെ ഈ കർത്തൃമേശയുടെ അനുഭവം തമ്മിലുള്ളത് ദൈവം പുത്രനിലൂടെ നൽകിയ സ്നേഹം നമ്മൾ സ്വീകരിക്കുകയാണ്. അത് മറ്റുള്ളവരിലേക്ക് പുലർത്തുവാൻ, നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ സഹോദരങ്ങളിലേക്ക് അത് പലപ്പോഴും നമ്മുടെ അയൽവാസികളിലേക്ക് അത് പകരപ്പെടാൻ സാധിക്കുമ്പോൾ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ദൈവസ്നേഹത്തിന്റെ ജീവദായകമായ ദൈവസ്നേഹത്തിന്റെ ബാഹുലരായി നിത്യജീവൻ അർത്ഥമായി തീരുവാൻ ക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ പെസഹ ഒരുക്കിയ മാളികയിൽ കൽവരി ക്രൂശിൽ നൽകിയ പ്രകടമാക്കിയ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ പൂർണ്ണമായി തുറന്നുകൊണ്ട് അത് അർത്ഥവത്തായി മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിച്ച് ശക്തിയുക്തമാകട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക്